ഗൈസ്, നിങ്ങൾ ഇമ്പൾസ് എൻട്രീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗോൾഡിൽ അല്ലെങ്കിൽ ഫോറക്സിൽ എങ്ങനെ ഇമ്പൾസ് എൻട്രീസ് എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വായോ. ഇപ്പോൾ പ്രൈസ് ഒരു അപ് ട്രെൻഡിലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഒരു വീക്ക് ബെയറിഷ് ക്യാൻഡിൽ, ഇതിന് പറയാനാണ് വീക്ക് ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയെന്ന് വിചാരിക്കുക. വീക്ക് ബെയറിഷ് ക്യാൻഡിൽ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് ബോഡിനേക്കാളും വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് വേണ്ട, ഈ വിക്ക് ബോഡിനേക്കാളും വലുതാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ വീക്ക് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ട്രേഡ് ക്യാൻഡിൽ അടുത്ത ക്യാൻഡിലായിരിക്കും നമ്മുടെ ട്രേഡ് ക്യാൻഡിൽ. അപ്പൊ അടുത്ത ട്രേഡ് ക്യാൻഡിൽ ഒരു ലോ തന്നിട്ട് ഈ ഹൈ ബ്രേക്ക് ആവണമെങ്കിൽ ലെഫ്റ്റിൽ ക്ലീൻ റേഞ്ച് ഉണ്ടെങ്കിൽ വെരി ഹയർ ചാൻസ് ആൻഡ് വെരി ഹയർ പ്രോബബിലിറ്റി ടു ഫിൽ ദിസ് ക്ലീൻ റേഞ്ച്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് 2-3 കൺഫർമേഷൻസ് ഉണ്ട്. എപ്പോഴും ഒരു കൺഫർമേഷൻ ഈ ലെഫ്റ്റിൽ ക്ലീൻ റേഞ്ച് വേണം, എന്നാലാണ് പ്രൈസിന് ഒന്ന് ക്ലീൻ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ഈ ലോ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോയിനെ റെസ്പെക്ട് ചെയ്യണം. ഇത് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ എൻട്രി എവിടെയായിരിക്കും? നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫസ്റ്റ് ഹാഫിലാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ്. ഇപ്പൊ ഇതൊരു 30 മിനിറ്റ്സ് ക്യാൻഡിലാന്ന് വിചാരിക്കുക. 15 മിനിറ്റ്സിന് മുന്നേ ഈ ഹൈ ബ്രേക്ക് ആവണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ലോയിലായിരിക്കും. 15 മിനിറ്റ്സ് കഴിഞ്ഞ ഇത് ബ്രേക്ക് ആവണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് impulse entry. Guys, do try the impulse entries out. Patience is key and happy trading. Bye.